വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വിമത വിഭാഗം വടക്കു പടിഞ്ഞാറൻ നഗരമായ അലപ്പോയിലേക്ക് ഇരച്ചുകയറി. സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പ്രസിഡന്റ് ബഷർ അൽ അസദിന് വർഷങ്ങൾക്കിടെയുണ്ടാകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. സംഭവത്തിന് പിന്നാലെ സിറിയൻ അധികൃതർ അലപ്പോ വിമാനത്താവളവും നഗരത്തിലേക്കുള്ള റോഡുകളും അടച്ചു. ഹയാത്ത് തഹ്രീർ അൽ-ഷാം എന്നീ സായുധ വിഭാഗമാണ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. അതേസമയം സിറിയയുടെ പ്രധാന സഖ്യകക്ഷിയായ റഷ്യ വിമതരെ തുരത്താനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബുധനാഴ്ചയാണ് വ്യോമസേന അലപ്പോയിലേക്കുള്ള കടന്നുകയറ്റം ആരംഭിച്ചത്. വെള്ളിയാഴ്ചയോടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവർ കീഴടക്കി. 2016 ശേഷം ഇതാദ്യമായാണ് ഇവർ നഗരത്തിലേക്ക് തിരിച്ചു എത്തുന്നത്. ഇറാന്റെയും റഷ്യയുടെയും ഷീഈ സായുധ വിഭാഗങ്ങളുടെയും സഹായത്തോടെ വിമതരെ സിറിയ അന്ന് തുരത്തുകയായിരുന്നു. ഇറാൻ പിന്തുണയുള്ള സൈനികരുടെ കുറവാണ് വിശാലമായ അലപ്പോ പ്രവിശ്യയിലേക്ക് തങ്ങൾക്ക് കടന്നുകയറാൻ സഹായകരമായതെന്ന് വിമത വിഭാഗത്തിലെ കമാൻഡർ മുസ്തഫ അബ്ദുൽ ജബ്ബാർ പറഞ്ഞു. വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിബിൽ കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യയുടെയും സിറിയയുടെയും വ്യോമസേനകൾ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് തങ്ങളുടെ കടന്നാക്രമണമെന്നും വിമതർ വ്യക്തമാക്കി. വിമതരെ പിന്തുണയ്ക്കുന്ന തുർക്കി ആക്രമണത്തിന് പച്ചക്കൊടി കാണിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മേഖലയിൽ കൂടുതൽ അസ്ഥിരത ഒഴിവാക്കാനാണ് തുർക്കി ശ്രമിക്കുന്നതെന്നും ഇത്തരം ആക്രമണങ്ങൾ സമാധാന കരാറിന് തുരങ്കം വെക്കുന്നതാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും തുർക്കി വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഓങ്കു കെസലി പറഞ്ഞു. 2020 മാർച്ചിൽ റഷ്യയും തുർക്കിയും സംഘർഷം ലഘൂകരിക്കാനുള്ള കരാറിന് സമ്മതിച്ചിരുന്നു. ഇതിനുശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതേസമയം വിമതർ അലപ്പോ നഗരത്തിലെത്തിയെന്ന വാർത്ത സിറിയൻ ദേശീയ ടെലിവിഷൻ നിഷേധിച്ചു. റഷ്യയുടെ സഹായത്തോടെ വിമതരെ ചെറുക്കുന്നുണ്ടെന്നും സിറിയ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിനെതിരെ പോരാടുകയാണെന്നും അലപ്പോയിലെയും ഇദ്ലിബിലെയും ഗ്രാമപ്രദേശങ്ങളിൽ വിമതർക്ക് കനത്ത നാശം വരുത്തിയെന്നും സിറിയൻ സൈന്യം പറയുന്നു. വടക്കു പടിഞ്ഞാറൻ സിറിയയിലെ സ്ഥിതിഗതികളിൽ തങ്ങൾ അഗാധമായ ആശങ്കയിലാണെന്നും രാജ്യത്തെ ഐക്യരാഷ്ട്രസഭാ പ്രതിനിധി ഡേവിഡ് കാർഡൻ വ്യക്തമാക്കി. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 8 വയസ്സുകാരൻ ഉൾപ്പെടെ 27 സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിമതർക്ക് എതിരെ റഷ്യയും രംഗത്തെത്തിയിട്ടുണ്ട്. വിമതരുടേത് സിറിയയുടെ പരമാധികാരത്തിനുമേലുള്ള ആക്രമണമായാണ് കണക്കാക്കുന്നതെന്നും റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കി. സിറിയൻ സർക്കാരിന് ആവശ്യമായ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം സിറിയയ്ക്ക് മേൽ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. ലെബനാൻ സിറിയ അതിർത്തിയിലാണ് ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായത്. 7 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിച്ച മണിക്കൂറുകൾക്കകമായിരുന്നു ആക്രമണം നടന്നത്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് തീ കൊണ്ടാണ് കളിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ഈ പരാമർശം. അസദ് ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയാണ്. ഇവർക്ക് വേണ്ട ആയുധങ്ങൾ ഇറാനിൽ നിന്ന് ലെബനനിലേക്ക് എത്തിക്കുന്നത് സിറിയയാണ് എന്നാണ് ആരോപണം. ആഭ്യന്തര യുദ്ധകാലത്ത് ഹിസ്ബുള്ള സിറിയയിൽ തങ്ങളുടെ അംഗങ്ങളെ വിന്യസിച്ചിരുന്നു. അസദ് ഭരണകൂട സ്ഥാപനത്തിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. 2 സിറിയൻ സൈനികരടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത്. ഒരു കുട്ടിയും സിറിയൻ റെഡ് ക്രസന്റ് വോളണ്ടിയറും കൊല്ലപ്പെട്ടതായി സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു. 6 പേർ കൊല്ലപ്പെട്ടതായി സിറിയൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സിറിയയിലേക്ക് അടുത്തിടെ ഇസ്രയേൽ നിരവധി ആക്രമണങ്ങളാണ് നടത്തുന്നത്. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തിനിടെ തെരച്ചിൽ ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇറാൻ, ഹിസ്ബുള്ള, സിറിയൻ സൈന്യം എന്നിവർ ലെബനനിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് തടയാൻ തങ്ങൾ ശ്രമിച്ചിരുന്നതായും നെതന്യാഹു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.